ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ദ സോങ് ഓഫ് സോങ് എന്നുള്ള പാഠഭാഗമാണ് എടുക്കുന്നത്. അതിലെ കംപ്ലീറ്റ് മീനിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ക്ലാസ്സിലൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു, ടാൻസിൻ്റെ ഡയറി എഴുതാൻ. അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ദെൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ദ സോങ് ഓഫ് സോങ്സ്. സ്ലോലി ജെൻ്റ്ലി ദ എക്സോസ്റ്റഡ് മ്യൂസിഷ്യൻ ലേഡ് ഹിസ് തമ്പുര ഓൺ ദ കാർപ്പറ്റ്. സാവകാശം, പതുക്കെ. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തളർന്ന, പാടിത്തളർന്ന സംഗീതജ്ഞൻ തൻ്റെ തമ്പുരു കാർപ്പറ്റിൽ ഇങ്ങനെ വെക്കുകയാണ്. തമ്പുരു എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദ എക്സ്ക്യൂസിറ്റ് സ്ട്രൈൻസ് ഓഫ് രാഗ ദർബാരി സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദ ഹോൾ. ദർബാരി രാഗത്തിൻ്റെ വിശിഷ്ട ധ്വനികൾ ഹാളിൽ ഇപ്പോഴും ഇങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ട്. അതായത് ആ സമയം പാട്ട് നിർത്തിയിട്ടുള്ളൂ, അതിൻ്റെ ആ ഒരു അലയടികൾ ഇപ്പോഴും ആ ഹോളിലൊക്കെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. എംപറർ അക്ബർ ലുക്ക്ഡ് അപ്പ്. എംപറർ അക്ബർ മുഖമൊന്ന് ഉയർത്തുന്നു. ഹിസ് ഐസ് ലീച്ച് വിത്ത് അഡ്മിറേഷൻ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആദരവ് ഇങ്ങനെ തിളങ്ങിക്കാണുന്നു. അതായത് വളരെയധികം ആദരവോടുകൂടി ആ സംഗീതജ്ഞനെ എംപറർ അക്ബർ ഇങ്ങനെ നോക്കുകയാണ്. വണ്ടർഫുൾ, അത്ഭുതമായിരിക്കുന്നു. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു. സൂപ്പർ, ഐ ലിസൺ ടു യു എവറി ഡേ. വളരെ മനോഹരമായിരിക്കുന്നു, എല്ലാ ദിവസവും നിങ്ങളുടെ പാട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ബട്ട് ഐ ക്യാൻ സീം ടു ഹാവ് ഇനഫ്. പക്ഷേ ഇന്ന് വരെ എനിക്കത് മതിയായിട്ടില്ല. ടാൻസൻ ദ മ്യൂസിഷ്യൻ ബൗഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ടാൻസൻ, അവിടെ പാട്ട് പാടിയ ആളുടെ പേര്, അദ്ദേഹമാണ് ആ സംഗീതജ്ഞൻ. അദ്ദേഹം ആദരവോടുകൂടി, വളരെ നന്ദിയോടുകൂടി സാവകാശം ഇങ്ങനെ രാജാവിന് മുന്നിൽ തല കുനിക്കുകയാണ്. ഐ തിങ്ക് യു ഹാവ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്, സെഡ് അക്ബർ. അക്ബർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള വോയിസ് നിങ്ങളുടേതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ടാൻസൻ പറയാണ്, ബട്ട് ഐ ഡോണ്ട് ഷഹൻഷാ. പക്ഷേ അല്ല ഷഹൻഷാ എന്ന് അക്ബറിനെയാണ് കേട്ടോ ഈ ഷഹൻഷാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സെഡ് ടാൻസൻ വിത്ത് എ സ്മൈൽ. ഒന്ന് പുഞ്ചിരിയോടുകൂടി ടാൻസൻ പറയാണ്, ദർ ഈസ് സം വൺ ഹൂ സിങ്സ് ഫാർ ബെറ്റർ ദാൻ ഐ ഡു. ഒരാൾ കൂടെ ഉണ്ട്, ഞാൻ പാടിയതിനേക്കാൾ വളരെയധികം നന്നായി പാടുന്ന ഒരാൾ കൂടെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ അക്ബർ ചക്രവർത്തി ചോദിക്കുകയാണ്, റിയലി, ശരിയാണോ? ക്രൈഡ് ദ ഡിസ്ബിലീവിംഗ് അക്ബർ. അക്ബർ വിശ്വസിക്കാനാവാതെ ഉറക്കെ ചോദിക്കുകയാണ്, അല്ലെ, ഉച്ചത്തിൽ അലറി ചോദിക്കുകയാണ്. ദെൻ ഐ മസ്റ്റ് ഹാവ് ഹിം സിങ് ഇൻ മൈ കോർട്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് എൻ്റെ കോർട്ടിൽ പാടാൻ അദ്ദേഹത്തെ വേണം. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? എനിക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ടാൻസൻ ഷുക്ക് ഹിസ് ഹെഡ്. ടാൻസൻ തൻ്റെ തലയൊന്നാട്ടി എന്നിട്ട് പറഞ്ഞു, ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. സർ, ഐ ആം അഫ്രൈഡ്, ഞാൻ ഭയക്കുന്നു. ഹി വിൽ നോട്ട് കം, അദ്ദേഹം ഇങ്ങോട്ട് വരില്ലായിരിക്കും. വാട്ട്? നോട്ട് ഈവൻ ഇഫ് ഹി ഹിയേഴ്സ് ദാറ്റ് ദ എംപറർ ഹിംസെൽഫ് സമ്മോൺഡ് ഹിം. എന്ത്? ചക്രവർത്തി സ്വയം അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ കൽപ്പിക്കുകയാണെന്ന് കേട്ടാലും അദ്ദേഹം വരാതിരിക്കുമോ? നോ, നോട്ട് ഇവൻ ദെൻ. അപ്പോൾ ടാൻസൻ അക്ബർ ചക്രവർത്തിയോട് പറയാണ്, ഇല്ല, എന്നാലും അദ്ദേഹം വരില്ല. ദിസ് റിപ്ലൈ വുഡ് ഹാവ് എൻറേജ്ഡ് എനി അതർ എംപറർ ബട്ട് അക്ബർ വാസ് ഡിഫറെൻറ്റ്. ഇങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു മറുപടി ഏതൊരു ചക്രവർത്തിക്കും ദേഷ്യം വരും, അല്ലേ? എൻറേജ്ഡ് എന്ന് പറഞ്ഞാൽ കുപിതനാക്കും, ദേഷ്യപ്പെടുത്തും. ബട്ട് അക്ബർ വാസ് ഡിഫറെൻറ്റ്. പക്ഷേ അക്ബർ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. വെരി വെൽ ഉസ്താദ് ജി, സെഡ് അക്ബർ. അക്ബർ പറയാണ്, ശരി ഉസ്താദ് ജി. സ്മൈലിംഗ് ഇൻ ടു ടാൻസൻസ് ഹാഫ് സ്കേർഡ് ഐസ്. പകുതി ഭയന്ന ടാൻസൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അക്ബർ ചിരിച്ചുകൊണ്ടാണ് ഈ മറുപടി പറയുന്നത്. ഇഫ് ഹി ഡസൻറ്റ് കം, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഐ ഷോൾ ഗോ ടു ഹിം മൈസെൽഫ്. ഞാൻ അങ്ങോട്ട് പൊക്കോളാം. വിൽ യു ടേക്ക് മീ ടു ഹിം? എന്നെ അവനടുത്തേക്ക് എത്തിക്കാമോ? യെസ് സർ, അതെ സർ. പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. നിങ്ങൾ അവിടെ എത്തിക്കാം, പക്ഷേ ഹിന്ദുസ്ഥാനിലെ ചക്രവർത്തിയായിട്ട് അങ്ങോട്ട് വരാൻ പാടില്ല. അപ്പൊ നമ്മുടെ അക്ബർ ചക്രവർത്തി എന്താ പറയുന്നത്? ഐ ഷാൾ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. അതെ, ഒരു എളിയ സംഗീത പ്രേമി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് വരാം. സാന്റ് ഹരിദാസ് വാസ് ദ മാൻ ടാൻസൻ ഹാഡ് സ്പോക്കൺ ഓഫ്. അപ്പോൾ നമ്മുടെ ടാൻസൻ പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ആരാണ്? സാന്റ് ഹരിദാസ് ആണ്. ഹി ഹാഡ് ബീൻ ടാൻസൻസ് മ്യൂസിക് ടീച്ചർ. അദ്ദേഹം ടാൻസൻ്റെ മ്യൂസിക് ടീച്ചർ ആയിരുന്നു. ആൻഡ് ഹി ലിവ്ഡ് ദ ഓസ്റ്റിയർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസി. സന്യാസിയുടെ ഒരു കഠിനമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ഓസ്റ്റിയർ എന്ന് പറഞ്ഞാൽ കഠിനമായ, അതായത് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിനോട് വിരക്തി തോന്നിയിട്ട് അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കുകയായിരുന്നു.
When Tansen and the emperor reached his hut, അങ്ങനെ താൻസനും നമ്മുടെ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ആ കുടിലിൽ എത്തിയപ്പോൾ ഹി വാസ് ബിസി വിത്ത് ഹിസ് ഡെയിലി കോഴ്സ്. അദ്ദേഹത്തിൻ്റെ പതിവ് ദിനചര്യയാൽ തിരക്കിലായിരുന്നു. When they asked him to sing, അങ്ങനെ അദ്ദേഹത്തോട് അവർ പാട്ട് പാടാൻ ചോദിക്കുകയാണ്. ആ സമയത്ത് ഹി സ്മൈൽഡ്, അദ്ദേഹം ചിരിച്ചു. ബട്ട് സെഡ് ഫേംബിലി, എന്നിട്ട് ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം പറയാണ്, ഐ ആം ലോങ് പാസ്റ്റ് ദ ഏജ് ഫോർ സിംഗിങ്. എനിക്ക് പാട്ട് പാടാനുള്ള ഏജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ ഹിസ് ഫേവറേറ്റ് പീപ്പിൾ കുഡ് നോട്ട് പെർസ്യൂഡ് ഹിം ടു ചേഞ്ച് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി പറഞ്ഞിട്ട് പോലും പ്രേരിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് മാറ്റിയില്ല. അപ്പോൾ പാടാൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം ചക്രവർത്തിയോട് പറയാണ്. ബട്ട് ടാൻസൻ ന്യൂ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം. പക്ഷെ നമ്മുടെ ടാൻസൻ അറിയാം എങ്ങനെ തൻ്റെ ഗുരുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന്. ഗെറ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിപ്പിക്കുക, എഗ്രി. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. അദ്ദേഹം തൻ്റെ ഗുരുവിന് മുന്നിൽ പാടുവാൻ തീരുമാനിക്കുകയാണ്. ആൻഡ് ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. അദ്ദേഹം ഒരു മനഃപൂർവ്വം മിസ്റ്റേക്ക് വരുത്തി. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട് ടാൻസൻ. നീ പാടിയത് ശരിയായിട്ടില്ല. ക്രൈഡ് ഹിസ് ടീച്ചർ. അദ്ദേഹത്തിൻ്റെ ടീച്ചർ പറയാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡ് ഹരിദാസ് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് പറയാണ്, നീ പാടിയത് തെറ്റാണ്. അമേസ്ഡ്, അത്ഭുതത്തോടു കൂടി പറയാണ്, വാട്ട് ഹാസ് ഹാപ്പൻ ടു യു. എനിക്ക് എന്താ സംഭവിച്ചത്? ശരിക്കും നമ്മുടെ ടാൻസൻ ഹരിദാസിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ മനഃപൂർവ്വം പാടിയതിൽ തെറ്റ് വരുത്തിയതാണ്. ടാൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ. ടാൻസൻ തൻ്റെ ടീച്ചർ പറയുന്നത് മനസ്സിലാക്കാത്ത രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. അതായത് അദ്ദേഹം അഭിനയിക്കുകയാണ് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ഹി മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. അദ്ദേഹം വീണ്ടും അതേ മിസ്റ്റേക്ക് ആവർത്തിച്ചു. എക്സാസ്പറേറ്റഡ് സാൻഡ് ഹരിദാസ് took the tambura from the Tansen's hands. ആ സമയത്ത് എക്സാസ്പറേറ്റഡ് എന്ന പ്രകോപിക്കപ്പെട്ട, അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഹരിദാസ് നമ്മുടെ ടാൻസൻ്റെ കയ്യിൽ നിന്നും തമ്പുര പിടിച്ചു വാങ്ങുകയാണ്. ആൻഡ് സാങ് ദ റൈറ്റ് നോട്ട്. എന്നിട്ട് ആ കറക്റ്റ് നോട്ട് പാടുന്നു. ദെൻ ഹി വെൻറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ആൻഡ് ദ നെക്സ്റ്റ്. അങ്ങനെ അദ്ദേഹം തുടർന്ന് ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. മെലഡി ഓഫ് ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ മാധുര്യം സ്പ്രെഡ് അക്രോസ് ദ ഫോറസ്റ്റ്. ആ കാട്ടിൽ ഒന്നാകെ വ്യാപിച്ചു. ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമ്മർ ഓഫ് ഡോൺ, പ്രഭാതത്തിൻ്റെ ആദ്യത്തെ കിരണം പോലെ. ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ, മുല്ലപ്പൂവിൻ്റെ സൗരഭ്യം പോലെ അദ്ദേഹത്തിൻ്റെ വോയിസ് ആ ഫോറസ്റ്റ് ഒന്നാകെ സ്പ്രെഡായി. ബോത്ത് അക്ബർ ആൻഡ് ടാൻസൻ ലിസൺ ടു ഹിം ആസ് ഇഫ് ദേ വർ ഹിപ്നോട്ടൈസ്ഡ്. അക്ബറും ടാൻസനും അദ്ദേഹത്തിൻ്റെ വോയിസ് ഇങ്ങനെ കേൾക്കുകയാണ്. അവരെങ്ങനെ ആയിട്ടുണ്ട്? അവരാകെ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് അതിലങ്ങനെ മയങ്ങിപ്പോയിട്ടുണ്ട്. അവരൊന്നും തന്നെ ചുറ്റും നടക്കുന്നത് അറിയുന്നില്ല. ആൻഡ് ദ എംപറർ റിയലൈസ്ഡ് ദാറ്റ് ടാൻസൻ ഹാഡ് സ്പോക്കൺ ദ ട്രൂത്ത്. ആ സമയത്ത് നമ്മുടെ ചക്രവർത്തി മനസ്സിലാക്കുന്നു ടാൻസൻ പറഞ്ഞത് സത്യമാണെന്ന്. അതായത് ടാൻസൻ പറഞ്ഞല്ലോ എന്നേക്കാൾ പാടാൻ കഴിവുള്ള ഒരാൾ കൂടെ ഉണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണെന്ന് എംപറർ മനസ്സിലാക്കുന്നു. ഹി ഹാഡ് നോട്ട് നോൺ ദാറ്റ് മ്യൂസിക് കുഡ് ബി ലൈക്ക് ദിസ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു സംഗീതം ഇതുപോലെ ഉണ്ടാകുമെന്ന്. ഹി ഹാഡ് സെർട്ടൻലി നെവർ ഹേർഡ് എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ. അദ്ദേഹം തീർച്ചയായും ഇതുപോലൊരു സോങ് ഇതിനു മുന്നേ ഒന്നും കേട്ടിട്ടില്ല. ആസ് ദേ വാക്ക്ഡ് ബാക്ക്, അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ദ എംപറർ സഡൻലി ബ്രോക്ക് ദ സൈലൻസ്. ചക്രവർത്തി പെട്ടെന്ന് ആ നിശബ്ദതയ്ക്കൊരു വിരാമമിട്ട് എന്നിട്ട് ആസ്ക് ടാൻസനോട് ചോദിക്കുകയാണ്, വൈ ക്യാൻ യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ്ജി? ഉസ്താദ്ജി, അദ്ദേഹത്തെ പോലെ എന്താ നിങ്ങൾക്ക് പാടാൻ സാധിക്കാത്തത്? ടാൻസൻ സ്മൈൽഡ്. ടാൻസൻ പുഞ്ചിരിച്ചു. ഷഹൻഷാ എന്ന് പറയുന്നത് അക്ബർ ചക്രവർത്തിയെ ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന പേരാണ് കേട്ടോ. ഐ സിംഗ് അറ്റ് യുവർ കമാൻഡ്. ഞാൻ പാടുന്നത് താങ്കളുടെ ഉത്തരവ് അനുസരിച്ചിട്ടാണ്. ദ കമാൻഡ് ഓഫ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ ചക്രവർത്തിയുടെ കമാൻഡ് അനുസരിച്ച്. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹൂ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. പക്ഷേ നമ്മുടെ ഗുരുജി പാടുന്നത് രാജാക്കന്മാരുടെയൊക്കെ രാജാവിനാണ്. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ നിന്നാണ് വരുന്നത്. അതായത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പാടുന്നതല്ല. ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ, വളരെ സ്വതന്ത്രനായി ആരും തന്നെ ആവശ്യപ്പെടാതെ അദ്ദേഹം പാടുന്നതാണ്. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? അത്രയും ആ ഉദാത്തമായ ആ ഉയർന്ന നിലയിലേക്ക് എത്താൻ എൻ്റെ സംഗീതത്തിന് എങ്ങനെ ആഗ്രഹിക്കാൻ കഴിയും? അതായത്
നമ്മുടെ ടാൻസൻ പാടുന്നത് രാജാവ് കൽപ്പിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹം സ്വന്തം, അതായത് നമ്മൾ ഒരു കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും പെർഫെക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗുരു ഹരിദാസ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് പാടുന്നത്. അത് വളരെ സ്വതന്ത്രമായിട്ടുള്ള പാട്ടാണ്, അതുകൊണ്ടാണ് അത്രയും മനോഹരമായിരിക്കുന്നത്. ഇനി നമുക്ക് വർക്ക് നോക്കാം. പേജ് നമ്പർ 55 ഒരു ഡയറി എൻട്രി ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം ടാൻസൻ റൈറ്റ്സ് എക്സാറ്റിക് മൊമെന്റ്സ് ഹി ഹാഡ് എൻജോയ്ഡ് ദ ഡേ. ഹി റെക്കോർഡ്സ് ഹിസ് ഫീലിംഗ്സ് ഇൻ ഹിസ് ഡയറി. വാട്ട് വുഡ് ഹിസ് ഡയറി എൻട്രി ബി? അതായത് നമ്മുടെ ടാൻസൻ ഈ പാട്ടൊക്കെ കേട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ വന്നു. അദ്ദേഹത്തിന് ആ ഒരു പാട്ട് കേട്ട സമയത്ത് പല ഫീലിങ്സും ഉണ്ടായി. അപ്പം ഇതെല്ലാം അദ്ദേഹം ഡയറിയിൽ എഴുതുക. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി ടാൻസൻ വുഡ് മേക്ക്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ടാൻസൻ എഴുതുന്നത് പോലെ ഒരു ഡയറി എൻട്രി എഴുതുക. ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമ്മളൊരു ഡയറി എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഡയറി എൻട്രി എഴുതാം. അപ്പോൾ പേജ് നമ്പർ 54 എടുക്കുക. ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 6 ജാനുവരി. ടുഡേ ഐ വാസ് വെരി സാഡ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ജ്യോതി ഡിഡ് നോട്ട് സ്പോക്ക് ടു മീ. അല്ലേ, ഇന്ന് ഞാൻ വളരെയധികം സങ്കടത്തിലാണ്. എൻ്റെ ഫ്രണ്ട് ജ്യോതി എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഫെൽറ്റ് ഷി വാസ് റൂഡ്. മോശമായതുപോലെ എനിക്ക് തോന്നുന്നു. വാണ്ടഡ് ടു ടോക്ക് ടു ഹർ വെൻ വി മെറ്റ് അറ്റ് ദ ലൈബ്രറി. നമ്മൾ ലൈബ്രറിയിൽ വെച്ച സമയത്ത് ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു. ഷി റിഫ്യൂസ്ഡ്. അവൾ നിരസിച്ചു. ആസ്ക്ഡ് അബൌട്ട് ഇറ്റ്. എനിത്തിങ് ഷീ സെഡ് വാസ് എ യെസ് ഓർ നോ ആൻസർ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല, ഒരു യെസ്സോ നോ ഒന്നും തന്നെ പറഞ്ഞില്ല. ട്രൈഡ് ടു ക്രാക്ക് ജോക്സ് ആൻഡ് ചിയർ ഹെർ അപ്പ്. ഞാൻ അവളെ തമാശയൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ നോക്കി. ബട്ട് ഷീ റിമൈൻഡ് സൈലൻറ്റ്. പക്ഷേ അവൾ എപ്പോഴും നിശബ്ദയായി തുടർന്നു. സംതിങ് ഹാഡ് ഗോൺ റോങ് വിത്ത് ഹെർ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ടീച്ചർ ഈവൻ സ്കോൾഡഡ് ഹെർ ഫോർ നോട്ട് ആൻസറിങ് ഹെർ ക്വസ്റ്റ്യൻസ്. മാത്സ് ടീച്ചർ അവളെ ഉത്തരം ഒന്നും പറയാഞ്ഞിട്ടും ചീത്ത പറഞ്ഞു. ഫൗണ്ട് ഔട്ട് ദ റീസൺ ഇൻ ദ ഈവനിങ്. അങ്ങനെ വൈകുന്നേരം അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി. ഹെർ ഡോഗ്സ് ഹാഡ് അറ്റാക്ക്ഡ് ഹെർ ഫേവറേറ്റ് കിറ്റി. അവളുടെ ഡോഗ്സ് അവളുടെ ഫേവറേറ്റ് കിറ്റിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പുവർ തിങ്, പാവം. ദെൻ ലെറ്റ്സ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഡയറി എൻട്രി. ഒരു ഡയറി എൻട്രിയിൽ എന്തെല്ലാം ആവശ്യമുണ്ട്? എന്താണ് ഡയറി എൻട്രി? എ ഡയറി എൻട്രി ഈസ് എ റെക്കോർഡ് ഓഫ് ദ പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് എ പേഴ്സൺ. അല്ലേ, ഒരാളുടെ പേഴ്സണലായിട്ടുള്ള ചിന്തകളും ഫീലിങ്സും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. വി യൂഷ്വലി റൈറ്റ് ഷോർട്ട് സിമ്പിൾ സെൻറ്റൻസസ് ഇൻക്ലൂഡിങ് ഫ്രാഗ്മെൻറ്റ്സ്. ഡയറി നമ്മൾ എഴുതുക വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസിലായിരിക്കും. നമ്മുടേതായ കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറി എഴുതാറ് അല്ലേ. നിങ്ങളൊക്കെ ഡയറി എഴുതുന്ന ശീലമുള്ളവരുണ്ടാകും. സോ നമ്മുടെ ഡയറി എൻട്രി എന്താ, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് എഴുതാറ്. ഓക്കെ, ദെൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈസ് ദർ എ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി? ഡയറി എൻട്രിയിൽ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ? എങ്ങനെയാണ് ഡയറി എൻട്രി തുടങ്ങുന്നത്? ടുഡേ ഐ വാസ് വെരി സാഡ് എന്ന് വെച്ചിട്ടാണ് അല്ലേ. വാട്ട് ക്യാൻ യു അബൌട്ട് ദ സെൻറ്റൻസസ് യൂസ്ഡ് ഇൻ ദ ഡയറി? നിങ്ങൾക്ക് ഈ ഡയറിയിൽ യൂസ് ചെയ്ത സെൻറ്റൻസിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അവളുടെ ആ ഒരു തിങ്കിങ്സ് ആണല്ലേ ഈ ഒരു ഡയറി മൊത്തം വരുന്നത്. വാട്ട് ആർ ദ ഫീലിങ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഡയറി? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയറിയിൽ എക്സ്പ്രസ് ചെയ്ത ഫീലിങ്സ് എന്താണ്? ശരിക്കും ഒരു സങ്കടപ്പെട്ട ഒരു ഫീലിങ്സ് ആണല്ലേ. അവൾക്കും സങ്കടമുണ്ട്, അവളുടെ ഫ്രണ്ടിനും സങ്കടമുണ്ട്. ദെൻ വാട്ട് ഇൻഡിക്കേഷൻ ഓഫ് ടൈം ഡു യു ഗെറ്റ് ഫ്രം ദി ഡയറി? ഈ ഒരു ഡയറി എൻട്രി വായിച്ചപ്പോൾ ആ ഒരു സമയം എപ്പോൾ നടന്നതാണെന്നാണ് തോന്നിയത്. അതായത് സംതിങ് ഹാസ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണോ? ഓർ ഈസ് ഹാപ്പനിങ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ? വിൽ ഹാപ്പൻ, ഭാവിയിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ? ശരിക്കും ഇതെന്താ അല്ലേ, കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. സംതിങ് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയറിയിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ് വേണം അല്ലേ, നമ്മളൊരു ഡേറ്റ് കൊടുക്കണം. ഇൻക്ലൂഡ് ദ ടൈം, നമ്മൾ ടൈം കൊടുക്കണം. ഇഫ് യു വിഷ് ഇൻ എ പേഴ്സണൽ ഡയറി, നിങ്ങൾ ഡേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7th ജൂൺ ഉണ്ട്, 7 ജൂൺ ഓൺ മൺഡേ ഒക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് എന്താ ചെയ്യുക? നോട്ട് ഓൾ ഡയറീസ് യൂസ് ആൻഡ് ഓപ്പണിംഗ് ഓൺ ഈച്ച് എൻട്രി. എല്ലാ ഡയറി എഴുതുന്ന ആളുകളും എല്ലാ ദിവസവും ഇങ്ങനെ ഓപ്പണിംഗ് ഒന്നും എഴുതാറില്ല. നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? ഇറ്റ് കുഡ് ബി എ ജനറൽ കമൻറ്റ് ഓൺ ഹൗ ദ ഡേ വാസ്. നമുക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടായിരിക്കും. ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ. ഇന്നൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ് അല്ലേ, മറക്കാനാവാത്ത ദിവസമാണ്. അല്ലെങ്കിലോ ടുഡേ വാസ് എ ബോറിങ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക, ഇന്നത്തെ ദിവസം വളരെ ബോറായിരുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ടുഡേ വാസ് എ സാഡ് ഡേ, ഒരു സാഡ് ഡേ ആയിരുന്നു. എങ്ങനെയും നമുക്ക് തുടങ്ങാം കേട്ടോ. ദെൻ അതിലുള്ള ബോഡി, അതിലുള്ള ആ ഒരു കണ്ടന്റ് എന്തായിരിക്കണം? ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ഡയറി എൻട്രി. ഡയറി എൻട്രിയുടെ മെയിൻ പാർട്ടാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. യു കുഡ് ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ ടു യു. നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അതിൽ ഡിസ്ക്രൈബ് ചെയ്യാം.
ഓർ യുവർ പേഴ്സണൽ ഫീലിങ്സ് എബൌട്ട് സംതിങ് ഓർ സംവൺ. നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്തിനെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചോ നിങ്ങളുടെ ഫീലിങ്സും ആ ഒരു ബോഡിയിൽ എഴുതാം. അതുപോലെ തന്നെ പേജ് നമ്പർ 55 സ്റ്റഡി ദ ഫോളോയിങ് ഡയറി എൻട്രി കെയർഫുള്ളി, ഐഡന്റിഫൈ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ ഒരു ഡയറി തന്നിട്ടുണ്ട്, അതിൽ ഡേറ്റ് നമ്മൾ എഴുതണം. അപ്പോൾ ഏത് ഡേറ്റ് ആണ് കൊടുത്തത് നോക്കുക, ആ ഡേറ്റ് എഴുതി ദെൻ ഓപ്പണിംഗ് പാരഗ്രാഫ് എങ്ങനെയാണ്, ഇറ്റ് ബീങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ, ഫീലിങ്സ് എക്സ്പ്രസ്ഡ്, ഇതിൽ എന്ത് ഫീലിങ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് എഴുതാം. അതുപോലെ തന്നെ ക്ലോസിങ്, ഇതിൻ്റെ ഫൈനൽ ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേറ്റ് ഹോം ടു ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലോസിങ്ങും നമുക്കിവിടെ എഴുതാം. ദെൻ ഇതൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം നമ്മുടെ വർക്കിലേക്ക് വരികയാണ്. നമ്മുടെ ടാൻസ് അന്നത്തെ ദിവസം അക്ബർ ചക്രവർത്തിയോടുമൊത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണാൻ പോവുകയും ഗുരുവിൻ്റെ പാട്ടൊക്കെ കേട്ട് വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ഫീലിങ്സ് ആണ് നമ്മൾ ഈ ഡയറി എൻട്രിയിൽ എഴുതുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടാൻസൺസ് ഡയറി. നമ്മൾ ഡേറ്റ് കൊടുത്തു ജൂൺ 25. വാട്ട് എ വണ്ടർഫുൾ ഡേ. എന്തൊരു അത്ഭുതകരമായ ദിവസമാണ്. ലോങ് ടൈം സിൻസ് ഐ ഹേർഡ് ദ ഡിവൈൻ വോയിസ് ഓഫ് മൈ ഗുരു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഗുരുവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഹിസ് വോയിസ് വാസ് സോ മെലോഡിയസ് ദാറ്റ് ഐ ഫെൽറ്റ് ഹിപ്നോട്ടൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറയുന്നത് വളരെ മെലോഡിയസ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, ഞാൻ തന്നെ അതിൽ മയങ്ങിപ്പോയി. ദ സ്വീറ്റ്നെസ് ഓഫ് ഹിസ് വോയിസ് സ്പ്രെഡ് അക്രോസ് ദ ഫോറസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദം ആ ഫോറസ്റ്റിൽ ഒന്നാകെ സ്പ്രെഡായി. ലൈക്ക് ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. എങ്ങനെയാണ് മുല്ലപ്പൂവിൻ്റെ സൗരഭ്യം പോലെ എല്ലായിടത്തും അത് പടർന്നു. ഐ നോ ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ഹിസ് സോൾ. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. മോർ ഓവർ, അതിനൊക്കെ പുറമെ ഹിസ് ഹംബിൾ നേച്ചർ മേക്സ് ഹിം ഈവൻ മോർ വേർത്തി ഓഫ് റെസ്പെക്റ്റ്. ഇതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ എളിമയാലുള്ള ഒരു പ്രകൃതി, അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന് എല്ലാവരിൽ നിന്നും ഒരു ആദരവും ലഭിക്കുന്നു. ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് പീപ്പിൾസ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരുവനായതിൽ ഞാൻ വളരെയധികം അനുഗ്രഹീതരാണ്. ഇത്രയും കാര്യങ്ങളാണ് ടാൻസൺ തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളുടെ മൈൻഡിലും വരുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഡയറി എഴുതാം. ഇതൊരു മോഡലാണ്, സോ ഇതിൽ നിങ്ങൾക്ക് കൂടുതലാക്കിയിട്ടും എഴുതാൻ പറ്റും. എനിവേ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിവേ, ഇന്ന് ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.